Okay, 7th lesson. Page number 27. Page number 27. ലെസന്റെ പേരെന്താണ്? എവറസ്റ്റ് പെർ തിരങ്ക. എന്താ തിരങ്ക എന്ന് പറഞ്ഞാല്? എവറസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ. എവറസ്റ്റ് എന്താ? തിരങ്ക ഫ്ലാഗ്. ഓക്കെ. എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എവറസ്റ്റ് കേട്ടിട്ടുണ്ടോ? കൊടുമുടി. കൊടുമുടി. എന്താണ് എവറസ്റ്റിന് പ്രത്യേകത ഉണ്ടോ എന്തെങ്കിലും? ഏറ്റവും വലിയ പീക്ക്. യെസ്. അപ്പൊ കുറച്ചറിയാം അല്ലെ? ഏറ്റവും വലിയ കൊടുമുടിയാണെന്നറിയാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എവറസ്റ്റ്, അതിനെ കുറിച്ച് ഒന്ന് എന്താണ് പറഞ്ഞു നോക്കാം. തിരങ്ക എന്ന് പറഞ്ഞാൽ ത്രിവർണ പതാക, ഫ്ലാഗ്. തിരങ്ക, തീൻ രംഗ് എന്നാണ് തിരങ്ക എന്നുള്ളതിന്റെ ശരിയായ മീനിങ്. 3 നിറങ്ങളുള്ള ത്രിവർണ പതാക. ഓക്കെ ആണല്ലോ. പേജ് നമ്പർ 27 എല്ലാവരുടെ മുന്നിലുണ്ട്. മിസ് വായിക്കുമ്പോ കൃത്യമായി നോക്കുക. കിട്ടാത്ത വാക്കുകൾ ഒന്ന് ശരിയാക്കി വെക്കുക. മിസ് വായിക്കും തോറും നിങ്ങളത് പഠിച്ചു വെക്കണം മനസ്സിൽ. വേറെ എവിടെയും ശ്രദ്ധ പോകരുതേ. एवरेस्ट पर तिरंगा हमारे देश के उत्तर पश्चिम में विशाल हिमालय पर्वत मुकुट के समान चमकता रहता है। यह भारतवर्ष का ही नहीं, सारे विश्व का सबसे ऊंचा पर्वत है। चौखंबा, त्रिशूल, नंदा देवी आदि इसकी कई ऊंची चोटियां हैं। एवरेस्ट हिमालय की सबसे ऊंची चोटी है। इस शिखर की ऊंचाई 8848 मीटर है। हिमालय पर्वत सदा बर्फ से ढका रहता है, इसीलिए इसे हिमालय बर्फ का घर भी कहते हैं। संसार के इस सर्वोच्च शिखर पर चढ़ने के लिए समय समय पर विश्व के कई पर्वतारोहियों ने प्रयत्न किए, किंतु कोई सफल न हो सका। इन ऊंची चोटियों पर सदा ठंडी बर्फीली हवाएं चलती रहती है। यात्री दल इन बर्फीली हवाओं का सामना करने से घबराते हैं। सबसे पहले इस चोटी पर चढ़ने का प्रयत्न एरिक शिफ्टन नामक व्यक्ति ने किया था। उनके साथ शेरपा तेनसिंह भी थे। शेरपा तेनसिंह फुर्तीले, ताकतवर और पर्वतों पर चढ़ने में कुशल रहे हैं। हिमालय की चढ़ाई के समय सामान उठाकर और बर्फ में मार्ग बनाते हुए पर्वतारोहियों की मदद करने वाले लोग शेरपा कहलाते हैं। शेरपा तेनसिंह जब एरिक शिफ्टन के साथ पहली बार पर्वतारोहण के लिए गए तो उनकी उम्र कुल 21 वर्ष थी। यह उनका पहला पर्वतारोहण था। यह दल कुछ ही ऊंचाई तक चढ़ सका और वापस लौट आया, क्योंकि पहाड़ की ऊंचाई के कारण हवा का दबाव कम हो गया था। ठंड के कारण हाथ पैर जमने लगे थे। शेरपा तेनसिंह दल के आगे आगे सामान पीठ पर लादे बढ़ता रहा. ഫസ്റ്റ് പേജ് ഫുള്ള് മിസ് വായിച്ചു. അത് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേജ് വായിക്കാം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ? വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? ശ്രീവിഷ്ണു മനസ്സിലാവുന്നുണ്ട്. നോക്കാം. हमारे देश के उत्तर पश्चिम में विशाल हिमालय पर्वत मुकुट के समान चमकता रहता है. എന്താ സംഭവം? നമ്മുടെ രാജ്യത്ത് ഉത്തർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉത്തർ, നോർത്ത്. പാരഗ്രാഫ് എടുത്തായിരുന്നു അന്ന്. കുറച്ചു ഭാഗം അന്ന് മിസ് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോഴാണ് എക്സാം വന്നത്. ഉത്തർ, അതുപോലെ പശ്ചിം. പശ്ചിം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗം, വടക്കു ഭാഗം, പടിഞ്ഞാറ് ഭാഗം. അതുപോലെ എന്താണ് പറഞ്ഞ അവിടെ? വിശാൽ ഹിമാലയ പർവ്വത്, വിശാലമായ വലുതായ
ഒരു ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് എന്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയ പർവ്വതം വടക്കു പടിഞ്ഞാറ് ഭാഗത്ത്. മുകുട് കെ സമാൻ ചമക്താ രഹ്താ ഹൈ. ഈ ഹിമാലയ പർവ്വതം എന്തുപോലെയാണുള്ളത്? ഒരു കിരീടം അണിഞ്ഞതുപോലെയാണ് തിളങ്ങുന്നത്. കേട്ടല്ലോ? നമ്മുടെ ഇന്ത്യയുടെ അതായത് തലയ്ക്ക് ഒരു കിരീടം പണിഞ്ഞതുപോലെയാണ് ഈ ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. യഹ് ഭാരതവർഷ കാ ഹി നഹി സാരേ വിശ്വ കാ സബ്സെ ഊഞ്ചാ പർവ്വത് ഹൈ. ഇത് ലോകം മുഴുവനും, അതായത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയ എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞിരുന്നത്? ചൗഖംബ, തൃശൂർ, നന്ദാദേവി. അത് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ചൗഖംബ, തൃശൂർ, നന്ദാദേവി. ആദ്യ ഇസ്കി കൈ ഊഞ്ചി ചോട്ടിയാം ഹെ. ചോട്ടിയാം മീൻസ് കൊടുമുടികള്. അപ്പൊ ഇതിലെ ഈ ചൗഖംബ, അതുപോലെ തൃശൂർ, നന്ദാദേവി, ഇത് മൂന്നും ഇതിലെ ബാക്കിയുള്ള കൊടുമുടികളാണ്. കൊടുമുടികളുടെ പേരാണ് എന്തൊക്കെ? ചൗഖംബ, തൃശൂർ, നന്ദാദേവി. എവറസ്റ്റ് ഹിമാലയക്ക് സബ്സെ ഊഞ്ചി ചോട്ടി ഹെ. ഇനി ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഏത്? എവറസ്റ്റ്. ബാക്കി കൊടുമുടികളുടെ കുറച്ച് പേരും കൂടി പറഞ്ഞു. എന്തൊക്കെ? ചൗഖംബ, തൃശൂർ, നന്ദാദേവി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഹിമാലയ പർവ്വതനിരയിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് ആണ്. ഇതിൽ കുറച്ചു പേര് ഇങ്ങനെ രാവിലെ അതെന്താ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇരിക്കുകയാണോ നിങ്ങള്? 7:45 ക്ലാസ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. എല്ലാരും ഉറക്കം തൂങ്ങാണ്. ജോയലേ, ഇപ്പൊ നാടകം രാത്രിയിൽ എവിടെയെങ്കിലും ഉത്സവ പറമ്പിൽ പോയിട്ട് ഒരു 12 മണിക്ക് നാടകം കാണുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. പകുതി ഉറക്കത്തില് കൂട്ടുവായിടുന്ന് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണു മീച്ച് നോക്കുന്നുണ്ട് മിസ്സിന. എന്താണിങ്ങനെ? ഓക്കെ. അപ്പോ ഈ ശിഖർക്കി ഊഞ്ചായി, ഇനി ഈ കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 8848. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എന്ത് വായിക്കും? അത് നിങ്ങൾ എന്താ വായിക്കുക? മിസ് വായിക്കുന്നത് ഇങ്ങനെയാണ്, 8848. നിങ്ങൾ എന്താ വായിക്കുക? നിങ്ങൾ വായിക്കും വ്യത്യാസം വരില്ല. നിങ്ങൾ ഒന്നുകിൽ ഇംഗ്ലീഷ് വായിക്കും, ഇല്ലെങ്കിൽ മലയാളത്തിൽ വായിക്കും. ഹിന്ദി വായിക്കില്ല എന്തായാലും, അത് മിസ്സിന് ഉറപ്പുണ്ട്. 8848, 8848. അപ്പൊ ഇതിന്റെ ഉയരം എത്രയാണ്? 8848 മീറ്റർ. 8848 മീറ്റർ ഉയരമുണ്ട്. ഏതിന്? ഈ കൊടുമുടിക്ക്. ഏത് കൊടുമുടിക്ക്? എവറസ്റ്റിന്. ഡൗട്ട് അടിക്കരുത്. എവറസ്റ്റ് കൊടുമുടിക്ക് എത്രയാണ് ഉയരം എന്ന് പറഞ്ഞത്? 8848. 8848. ഓക്കെ. ഇനി ഹിമാലയ പർവ്വത് സദാ ബർഫ് സേ ഢകാ രഹ്താ ഹൈ. ബർഫ് മീൻസ് മഞ്ഞ്. ഹിമാലയ പർവ്വതം എല്ലായ്പ്പോഴും എന്താണ്? മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. വസുദേവ് എന്താണ് സംസാരിക്കുന്നത്? മിസ് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ മിസ് പറഞ്ഞത് ശ്രദ്ധിക്കും. ഓക്കെ. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് ഏത്? ഹിമാലയ പർവ്വതം. വസുദേവ് ആരെ ഇപ്പൊ കാണിച്ചത് മിസ്സിനെ? അനിയനാണോ? വസുദേവേ, അനുജനെയാണോ കാണിച്ചെന്നേ? യെസ്. എന്താണ് അനുജൻ അവിടെ വന്നിട്ട് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. നല്ല മോനാണ് അനുജൻ അല്ലേ? ഒന്നും ദ്രോഹമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ഹിമാലയ പർവ്വതം എല്ലായ്പ്പോഴും എന്താണ്? ബർഫ്, മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്നുണ്ട്.
ഇസലിയെ, അതുകൊണ്ടാണ് ഇതിന് ഹിമാലയ എന്നുള്ള പേര് വരാനുള്ള കാരണം. ഹിമ പ്ലസ് ആലൈ. ഹിമ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ആലൈ എന്ന് പറഞ്ഞാൽ വീട്, ബർഫ് കാ ഘർ മഞ്ഞിന്റെ വീട്. അങ്ങനെയാണ് ഈ മഞ്ഞ് എല്ലായ്പ്പോഴും മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്നത് കാരണമാണ് ഇതിന് എന്ത് പേര് വന്നത്? ഹിമാലയ പർവ്വതം. ഹിമാലയം. എന്താണ് മോനെ ജസ്റ്റസ്? എന്താണ്? ഹിമ പ്ലസ് ആലയം എഴുതിയിട്ടില്ലേ? ഹിമ ആല എന്ന് പറഞ്ഞാല് മഞ്ഞിന്റെ വീട്. ഹിമ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ബർഫ് മഞ്ഞ്. അത് ഹിമിന്റെ വേറൊരു മീനിങ് ആണ് ബർഫ്. മനസ്സിലായോ? ഹിമാലയ എന്നുള്ള പേര് വന്നത് ഹിമം. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, മലയാള ഭാഷയാണ് ഹിമം. മഞ്ഞിന്റെ പര്യായമാണ് ഹിമം. ഹിന്ദിയിൽ അതിനെ ബർഫ് എന്ന് പറയും. അപ്പൊ ഹിമം പ്ലസ് ആലയം. ആലയം എന്നുള്ളത് മലയാളം വേർഡാണ്. ആലയം എന്ന് പറഞ്ഞാൽ വീട്. അതുകൊണ്ടാണ് ഹിമത്തിന്റെ വീട്, ബർഫ് കാ ഘർ മഞ്ഞിന്റെ വീട് എന്നുള്ള പേര്. ആ മീനിങ് വരുന്നത് കൊണ്ടാണ് ഹിമാലയ് എന്ന പേര് വന്നത്. ബർഫ് ഹിന്ദി മീനിങ്, ഹിമ മലയാളത്തിന്റെ മീനിങ് ആണ്, മലയാളമാണ് ഹിമം എന്നുള്ള വേർഡ് കേട്ടോ. ശരിയായ ഹിന്ദി വേർഡ് ബർഫ്, ഹിമ എന്നുകൂടി പറയും. അപ്പൊ ഹിമ പ്ലസ് ആലൈ ബർഫ് കാ ഘർ ഭി കഹ്തേ ഹേ. അതാണ് മഞ്ഞിന്റെ വീട് എന്ന് വിളിക്കുന്നത്. ഹിമാലയം എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാണ്? എല്ലായ്പ്പോഴും ബർഫ് സേ ढगा रहता है. ഹിമാലയ പർവ്വത സദാ ബർഫ് സേ ढगा रहता है. ഹിമാലയ പർവ്വതം എല്ലായ്പ്പോഴും മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഹിമാലയ് എന്ന പേര് വന്നത്. ഹിമാലയ എന്നുള്ളതിന്റെ മീനിങ് മനസ്സിലായല്ലോ? ഹിമ പ്ലസ് ആലൈ. ഹിമ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ആലൈ എന്ന് പറഞ്ഞാൽ വീട്, ബർഫ് കാ ഘർ മഞ്ഞിന്റെ വീട്. അതിന്റെ മീനിങ് അതാണ് വരും. ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്? ഓക്കെ, മക്കളൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി. വേഗം. വസുദേവിന് വായിക്കാനാവില്ല, ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ളവരൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലാക്കി വെച്ചാൽ മനസ്സിലാക്കാതെ ഉണ്ടാവണം എന്താണ് സംഭവം. വേഗം ഒന്ന് വായിച്ചു വെച്ചേ. വാസുദേവേ, മിസ് ഒരു 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനെ ലെസൺ ആ ടെക്സ്റ്റ് കിട്ടാത്തോണ്ട് എനിക്ക് വായിക്കാൻ വേണ്ടി മിസ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇവർ ആരെങ്കിലും ഒന്ന് അയച്ചുതരും. ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി പറയാം ലെസൺ. അപ്പൊ മോനെ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ആ ഗ്രൂപ്പ് നോക്കിയിട്ടൊന്ന് വായിക്കണേ. ഫോൺ നോക്കിയിട്ട് കുറച്ചെങ്കിലും വായിച്ചാല്. ഗുഡ് മോർണിംഗ് കേട്ടോ. വായിക്കണേ, അങ്ങനെ ടെക്സ്റ്റ് വായിക്കണം. ആയോ? വായിച്ചു മക്കളെ? വായിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടോ? ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെ കുറച്ച് വേർഡ്സുകൾ. ഒന്ന് ചൗഖംബ, ആ പർവ്വത നിരകളുടെ പേര് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചൗഖംബ, തൃശൂൽ, നന്ദാദേവി. പിന്നെ 8848 അഡാസി സൗ അഡ്താലീസ്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് മിസ് പറഞ്ഞിരുന്നത്. 8448 തൊട്ട് പുറകിലുള്ള വാക്കെന്ന്. പിറകിലോ? ഈ സിഗർക്കി ഊഞ്ചായി എന്നാണോ? ആ ഊംചായി എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ഊഞ്ചായി എങ്ങനെയാ ഉച്ചരിക്കേണ്ടതെന്നായിരുന്നു. അതുകൊണ്ടാ
ഊഞ്ചായി മീൻസ് ഉയരം കേട്ടോ. അതിന്റെ ഉയരം അതായത് 48 മീറ്റർ ആണെന്നാണ് പറയുന്നത്. ഊഞ്ചായി. അതുപോലെ ലാസ്റ്റ് വരുന്നത് ബർഫ് സെ ഢകാ രഹ്താ ഹൈ इसलिए इसे हिम प्लस आलय बर्फ का घर भी कहते हैं. ബർഫ് അതിൽ മീനിങ് ടഫ് മീനിങ്ങുകളൊക്കെ മിസ് പറഞ്ഞു തന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. संसार के इस सर्वोच्च शिखर पर चढ़ने के लिए समय समय पर विश्व के कई पर्वतारोहियों ने प्रयत्न किए. ലോകത്തിലെ ഈ ഏറ്റവും വലിയ കൊടുമുടിയില്ലേ, 8848 മീറ്റർ ഉയരമുള്ള ഈ കൊടുമുടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഒരുപാട് പർവ്വതാരോഹികള് എന്താണ് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കിന്തു കോയി സഫൽ ന ഹോ സക. കുറെ പേര് പരിശ്രമിച്ചിട്ട് അവിടെ വരെ എത്താതെ തിരിച്ചു വന്നു. അതിന്റെ ഫലം കണ്ടില്ല എന്ന് പറഞ്ഞാല് എന്താണ്, അവിടെ എത്താൻ വേണ്ടി സാധിച്ചില്ല. इन ऊंची चोटियों पर सदा ठंडी बर्फीली हवाएं चलती रहती है. എന്താണ് ഒരു കാരണം അവർക്ക് ബുദ്ധിമുട്ട് തോന്നി എന്താന്ന് വെച്ചാല് ഈ ഉയരമുള്ള ഈ കൊടുമുടികളിലൊക്കെ എല്ലായ്പ്പോഴും എന്തുണ്ടായിരുന്നു, ഠണ്ഡി ബർഫീലി ഹവായം ചൽത്തി രഹ്തി ഹെ. തണുത്ത മഞ്ഞിന്റെ ആ കാറ്റടിക്കുന്നത് കാരണം കുറെ പേര് എന്തുണ്ട് അവിടെ വരെ പോയിട്ട് പകുതി വരെ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ബുദ്ധിമുട്ട്, തണുത്ത കാറ്റ് മഞ്ഞോടുള്ള തണുത്ത കാറ്റ് വീശുമ്പോഴുള്ള ബുദ്ധിമുട്ട്. യാത്രികൾ ഇൻ ബർഫീലി ഹവാവും കാ സാമന കർനെ സെ ഘബരാത്തെ ഹെ. ഈ പോകുന്ന യാത്രക്കാരൊക്കെ ഈ ബർഫീലി ഹവ മീൻസ് മഞ്ഞിന്റെ ഈ കാറ്റിനെ എതിരിടാൻ വേണ്ടി, അതായത് പോരാടാൻ വേണ്ടി സാധിക്കുന്നില്ല, പേടിച്ചിട്ടാണ് അവർ തിരിച്ചു വരേണ്ടി വന്നത്. കുറെ യാത്രക്കാർ പോയിരുന്നു, പക്ഷെ അതിൽ പകുതി പേരും പോയിട്ട് എന്താണ് തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഈ ബർഫീലി ഹവ ആയിരുന്നു. ബർഫീലി ഹവ മീൻസ് മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന ആ കാറ്റ്, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും തിരിച്ചു വരേണ്ടി വന്നത്. ഓക്കെ ആണോ? സമയം പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ആകുമ്പോഴേക്കും നിങ്ങൾ ഈ 2 പാരഗ്രാഫ് ഒന്ന് വായിച്ച് റെഡി ആവണേ. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും. ഓക്കെ.